ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെ പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ജനപക്ഷം പാർട്ടിയുമായി വന്ന് ബി.ജെ.പിയിൽ ലയിച്ച പി.സി. ജോർജ് അവസാന സമയം വരെ ഏകപക്ഷീയമായി സീറ്റിൽ മത്സരിക്കുമെന്ന പ്രതീതി കൈവന്നെങ്കിലും അതിന് ആയുസില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സത്യത്തിൽ പി.സി. ബി.ജെ.പിക്കൊരു പാരയാകുമോ എന്ന പേടി ബി.ജെ.പി. അണികൾക്കുണ്ടെന്ന് തന്നെ പറയാം. പി.സിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. ഏതായാലും ബി.ജെ.പി. പി.എസ്. ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കാം എന്ന നിലപാടിലാണ് ഈ തീരുമാനം. പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ ശ്രീധരൻപിള്ളയും ഇടം പിടിച്ചു കഴിഞ്ഞു. പി.സി. ജോർജിനെ പത്തനംതിട്ടയിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കത്തെ മറികടക്കാനാണ് പട്ടികയിൽ ശ്രീധരൻപിള്ളയെ ഒന്നാം പേരുകാരനായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. മുന്നണികൾ മാറിക്കളിക്കുകയും പലവട്ടം പാർട്ടികൾ വിട്ട് കൂടുമാറുകയും ചെയ്ത പി.സി. ജോർജിനെ മണ്ഡലത്തിൽ ഇറക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് മടിയുണ്ടെന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട പോലെയൊരു ബി.ജെ.പി. സ്വാധീനമുള്ള മേഖലയിൽ പാർട്ടിയിൽ നിന്നുള്ള ഒരു ശക്തനെ തന്നെ മത്സര രംഗത്ത് ഇറക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെ ഇതിനിടയിൽ തന്നെയാണ് പി.എസ്. ശ്രീധരൻപിള്ളയുടെ പേര് ഉയർന്നു വരുന്നതും. നിലവിൽ ഗോവ ഗവർണറാണ് ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഗവർണർ പദവി ഒഴിയാൻ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബറിൽ ശ്രീധരൻപിള്ളയുടെ കാലാവധി അവസാനിക്കും. ഇതും കൂടി കണക്കിലെടുക്കുമ്പോൾ പത്തനംതിട്ടയിൽ പി.സിയെ വെട്ടി പിള്ളയെ രംഗത്തിറക്കാൻ സാധ്യത കൂടുതലാണ്. അതേസമയം പത്തനംതിട്ടയിലെ പട്ടികയിലും കുമ്മനം രാജശേഖരന്റെ പേര് ഇടം പിടിച്ചിട്ടില്ല. അദ്ദേഹം ഇക്കുറി മത്സര രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന. പി.സി. ജോർജോ കുമ്മനം രാജശേഖരനോ ആയിരിക്കും പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ഇതിനു പുറമെ കൊല്ലത്തും പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രനും ബി.ജെ.പി. പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. തൃശൂരിന് ശേഷം സംസ്ഥാനത്ത് ബി.ജെ.പി. ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 2,97,396 വോട്ടുകൾ നേടിയിരുന്നു. അതേസമയം പാർട്ടി നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. പത്തനംതിട്ട ബി.ജെ.പിയുടെ സുരക്ഷിത മണ്ഡലമാണെന്നും പി.സി. പറഞ്ഞിരുന്നു. കൂടാതെ ജനപക്ഷം ബി.ജെ.പി. ലയിച്ചതിനു പിന്നാലെ മത്സരിക്കുന്നെങ്കിൽ അത് പത്തനംതിട്ടയിൽ മാത്രമായിരിക്കുമെന്നും പി.സി. വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ആശങ്കയാണിപ്പോഴുള്ളത്. പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ തുടക്കം മുതലെയുള്ള നിലപാട്. എന്നാൽ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പരീക്ഷണത്തിന് മുതിരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ താൽപര്യം. ഇതിൽ അന്തിമ തീരുമാനം അറിയാൻ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് ഏക വഴി. ഇതിനിടയിൽ തോമസ് ഐസക് കൂടി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതോടെ പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നു. മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ആദ്യമായാണ് പത്തനംതിട്ടയിലേക്ക് മത്സരത്തിനെത്തുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി മാസങ്ങൾക്ക് മുൻപ് തന്നെ തോമസ് ഐസക് മണ്ഡലത്തിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ പി.സിയെ നിർത്തിയാൽ വമ്പൻ തോൽവി തന്നെ ഉണ്ടാകുമെന്ന ചിത്രവും വ്യക്തമായി കഴിഞ്ഞു. സത്യത്തിൽ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയായിരുന്നു പി.സിയുടെ ബി.ജെ.പിയിലേക്കുള്ള വരവ്. എന്നാൽ ഇപ്പോൾ പി.സി ബി.ജെ.പിക്കൊരു വലിയ തലവേദനയാവുകയാണ്. ഒരുപക്ഷെ പി.സിയെ ബി.ജെ.പി. മാറ്റി നിർത്തിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.